നന്ദഗോവിന്ദം ഭജൻസിനെതിരെ കമ്മിണിക്കൂട്ടങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അന്തംകമ്മികൾക്ക് എന്തും പറയാവുന്നുള്ള നാക്കിൻ്റെ ലൈസൻസ് ഉണ്ടല്ലോ, അത് ഈ നാട്ടിൽ അധികം വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ കമൻറ്റ് ബോക്സ് അങ്ങ് മുക്കിയിട്ടുണ്ട്. പേര് ആശാറാണി. നന്ദഗോവിന്ദം ഭജന എന്ന് കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കണമെന്ന് തോന്നി. ഇങ്ങനെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ബാക്കി കൂടി വായിക്കാം. ഒന്നുമില്ല, കുറച്ച് സോ കോൾഡ് സുന്ദരൻ ചെറുക്കന്മാർ പാടിപ്പതിഞ്ഞ ചില സിനിമാ ഗാനങ്ങളും കാസറ്റ് പാട്ടുകളും ചമ്രം പടഞ്ഞിരുന്ന് പാടുന്നതാണ് സംഭവം. ഭക്തിയുടെ മേമ്പൊടി ആയതുകൊണ്ട് ഓഡിയൻസ് കുറച്ച് എലീറ്റാണ്. പഴയ അമ്പലപ്പറമ്പ് ഗാനമേളകളിൽ തുള്ളുന്ന ലോക്കൽ ടീമല്ല ഹേ. അമ്പലപ്പറമ്പിൽ ഈ ടൈപ്പ് പരിപാടികൾ മതിയെന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ ആവോ? നാടകവും ഗാനമേളകളും നാടൻ പാട്ടുമൊക്കെയായി മനുഷ്യർ ഒത്തുചേർന്ന് സന്തോഷിപ്പിച്ചിരുന്ന ഇടങ്ങളെല്ലാം ഇനി ഭക്തി കേന്ദ്രമായി മാറുന്ന ലക്ഷണമാണ്. അതിലും വലിയ രസം, ചില പാട്ടിൻ്റെയൊക്കെ വരികൾ മാറ്റി ഭക്തി ചേർത്ത് പാരഡിയാക്കി പാടുന്നു. കലാഭവൻ്റെയൊക്കെ മിമിക്രിയിൽ തമാശ വരികൾ ചേർത്ത് ഈണവും താളവും സംഗീതവും മാറ്റമില്ലാതെ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ പോലെ. കൊള്ളാലോ. ഭക്തിയുടെ മസാല തേച്ച് വേവിച്ച് വിളമ്പുമ്പോൾ അതിനും ഭക്തജന സംഘം കയ്യടിക്കുന്നു. അമ്പലപ്പറമ്പിലെ ഗാനമേളകളിൽ പാടിയിരുന്ന പല പാട്ടുകളും ഭജനയാകുമ്പോൾ ഓഡിയൻസ് ഭക്തിയിൽ ആറാടുകയാണ്. ഹിന്ദുത്വ കാലത്ത് ഭക്തി മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതും മലയാളി ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയ ഗാനങ്ങളാകുമ്പോൾ. അത് കണ്ടു പോകുമ്പോൾ സുക്കു അണ്ണൻ്റെ വക അടുത്ത സജഷൻ. അവിടെ നന്ദഗോവിന്ദങ്ങളാണ്. പെണ്ണുങ്ങൾ, സെറ്റപ്പ് എല്ലാം ആദ്യത്തേതിൻ്റെ കോപ്പി തന്നെ. ഇനിയും വേറെ ടൈപ്പൊക്കെ കാണുമായിരിക്കും. പണ്ട് മണ്ഡലകാലത്ത് സ്ഥിരം ഭജന ഉണ്ടാകുമായിരുന്നു നാട്ടിൻപുറങ്ങളിൽ. യേശുദാസിൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ പ്രധാന ഐറ്റമായിരുന്നു. കൂടെ അയ്യപ്പൻ പാട്ട്, ഉടുക്കുകൊട്ട് പാട്ട് ഒക്കെ. പക്ഷെ അതിലൊന്നും സവർണതയുടെ ഈ പുളിച്ചിതകട്ടലില്ലായിരുന്നു. അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും ഒരു സംഗീത സായാഹ്നം, അതിൻ്റെ വൈബൊന്നും അല്ല ഇതിന് വേറെ ഒരു ടൈപ്പ്. പാരഡിയിൽ ഭക്തിയാണോ കോമഡിയാണോ മനുഷ്യരെ കൂട്ടിച്ചേർക്കാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ കോമഡി തന്നെ. പാരഡി ഭജനയ്ക്ക് പിരിവ് ചോദിക്കാൻ വരുന്ന അമ്പല കമ്മിറ്റികളോട് വല്ല കോമഡി ഷോയോ ഗാനമേളയോ ഒക്കെ വെച്ചാൽ പിരിവ് തരാമെന്ന് പറയണം. അതായത് അമ്പലങ്ങൾക്ക് പിരിവ് കൊടുക്കരുത് എന്നാണ് ആദ്യത്തെ ഭാഷ. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് സവർണരെന്ന് ഈ പറയുന്ന ഏതാണ്ട് 1,00,000 പേരാണ് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭജന കേൾക്കാൻ വേണ്ടി വരുന്നത്. 1,00,000 പേരൊക്കെ ഒരിടത്ത് മാത്രം വരുന്നത്, കൂടുതലും. എന്നിട്ട് ഈ പറയുന്ന ഓഡിറ്റോറിയങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് റോഡിലൊക്കെ നിന്ന് സ്ക്രീനിലൊക്കെ പരിപാടി കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. അത്രയേറെ ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഇവിടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പരിപാടി അവതരിപ്പിച്ചു. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ നിറഞ്ഞ കവിഞ്ഞായിരുന്നു ആളുകൾ വന്നിരുന്നത്. എത്ര ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ സംഗീത പരിപാടി കേൾക്കാൻ വരുന്നത്. അത് സവർണരാണോ ഈ വരുന്നവരെല്ലാം? എന്തൊരു മനസ്സിൻ്റെ ദുഷിപ്പ് അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പാട്ടിൻ്റെ പാരഡി എന്നോ, ഭക്തിഗാനങ്ങൾ കേരളത്തിൽ പാടി വന്ന ഭക്തിഗാനങ്ങളാണ് പാടുന്നത്. എന്താണ് ഇവരുടെയൊക്കെ കുഴപ്പമെന്നറിയാമോ? ഈ അന്തം കമ്പനികളുടെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പണ്ട് നടത്തിയിരുന്നത് ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ ഉത്സവമായി കഴിഞ്ഞാൽ ക്ഷേത്രവിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ പരിപാടികൾ വയ്ക്കും. കഥാപ്രസംഗങ്ങൾ, പിന്നെ അതുപോലത്തെ പരിപാടികൾ, നാടകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ, ഇതൊക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദു വിരുദ്ധമെന്ന് മാത്രമല്ല, ഒരു ഹിന്ദുവും ഒരിക്കലും ക്ഷേത്രത്തിൽ കയറരുത്, അവൻ സംഘടിക്കരുത്, അവൻ ഒരുമിക്കരുത്, ഇങ്ങനെയുള്ള പൂർണ്ണമായും ഹിന്ദു വിരുദ്ധമായ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് എന്താണ്? മിമിക്സ് പരേഡ്, കോമഡി പരേഡ്, ആ പരേഡ്, ഈ പരേഡ്. അപ്പോൾ അതിലും ഈ പറയുന്ന ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടോ ഭക്തിയായിട്ട് ബന്ധപ്പെട്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഹിന്ദു ഒന്നായി, അവൻ്റെ സ്വത്വം തിരിച്ചറിയുന്നു, അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർക്കൊക്കെ അങ്ങ് കുരുപൊട്ടുന്നത്. ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹിന്ദു ഏകീകരിക്കപ്പെടുന്നത്, അവൻ്റെ സ്വത്വത്തെ അവൻ തിരിച്ചറിയുന്നത്, അവന് ഭക്തി ഉണ്ടാകുന്നു. ഭക്തി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭക്തി ഉണ്ടാകുമ്പോൾ ഹൃദയം നിർമ്മലമാകും, മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും, മറ്റുള്ളവരോട് നന്മ തോന്നും. ഈ മനുഷ്യൻ്റെ മനസ്സിലെ വൈകല്യങ്ങൾ ഈ പറയുന്ന എല്ലാ കാലത്തും എനിക്ക് വർഗ വിപ്ലവം ചെയ്ത് ഈ പറയുന്ന ബൂർഷയുടെ തലവെട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് നടക്കുകയും ഇവിടുത്തെ ഈ വിശ്വാസി സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കണമെന്ന് മനസ്സുമായിട്ട് നടക്കുകയും ചെയ്യുന്നവരിൽ ഈ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കും മാറ്റം ഉണ്ടാവാം. ഇവർക്കും മനസ്സ് തരളിതമാകും, ഹൃദയം നിർമ്മലമാകും. ആ അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഭക്തിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്, പക്ഷേ റൈസ് ടു ഡിവോഷൻ എന്നാണ് പറയുന്നത്. ഭക്തിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉയർത്തപ്പെടുന്ന മനുഷ്യരുടെ വികാരമാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിൽ കാണുന്നത്. അങ്ങനെയാണ് 100 ഭജൻസുകൾ കേരളത്തിൽ ഇന്ന് ഉയർന്നു വരുന്നത്.
നന്ദഗോവിന്ദം ഭജൻസിലെ നന്ദഗോവിന്ദം ഭജൻസിലെ ഭജന പാടുന്നവരെ ഇവരെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയാമോ? സോ കോൾഡ് സുന്ദരൻ ചെറുക്കന്മാർ. അവർ രത്നങ്ങളാണ്. നന്ദഗോവിന്ദം ഭജൻസിലെ ഓരോ ഗായകരും രത്നങ്ങളാണവർ. ഇവരെ ഈ പറയുന്ന അവരുടെ പുച്ഛവാക്കുകളല്ല, അതല്ല മുഖവിലേക്ക് എടുക്കുന്നത്. സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആരാധകർ അവരെ കാണുന്നത് രത്നങ്ങളായിട്ടാണ്. അവരിൽ ഓരോരുത്തരിൽ നിന്നും വരുന്ന ആ ഭജനയുണ്ടല്ലോ, അത് അവരുടെ മനസ്സിൻ്റെ ശുദ്ധി കൂടിയാണ്. ഈ വെറുതെ ഭജന പാടിക്കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഭജന എന്നല്ല ഏത് പാട്ടും പാടി, അവരുടെ ഉള്ളിൽ എന്താണോ അതുകൂടി കലർന്നിട്ട് വരുമ്പോഴാണ് ഇത്രയേറെ സുന്ദരമായ ഭജനകൾ ഉണ്ടാകുന്നത്. അവിടെ നവീൻ മുതൽ ആ ടീമിലുള്ള മുഴുവൻ ആൾക്കാരും നിർമ്മല ഭക്തി മനസ്സിൽ സൂക്ഷിക്കുന്നവരും ഹൃദയത്തിൽ ഭഗവാനോടുള്ള പ്രേമമുള്ളവരും ആയതുകൊണ്ടാണ് ആ ഭജനകൾ ഇത്രയേറെ മനോഹരമാകുന്നത്. നമ്മൾ വെറുതെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കാണില്ല, പക്ഷേ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനെ സമർപ്പിച്ച ശേഷം ആ പ്രസാദം കഴിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് അത് വെറും ഭക്ഷണമല്ലാതെ പ്രസാദമായി മാറുന്നത്. അതുപോലെയാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജനകൾ ഭജന പ്രസാദമായി മാറുകയാണ് ഞങ്ങൾക്ക്. അത് കീർത്തനങ്ങളാവുകയാണ്. നിങ്ങൾ ഇവരെ പുച്ഛിച്ചല്ലോ പഴയ പാട്ടുകൾ, കാസറ്റ് പാട്ടുകളെന്ന്. അതെ, കാസറ്റ് പാട്ടുകൾ ഞങ്ങൾക്ക് കീർത്തനങ്ങളാക്കി മാറ്റിത്തരികയാണ് നന്ദഗോവിന്ദം ഭജൻസ് ചെയ്യുന്നത്. വെറും ഗാനങ്ങളല്ല, വെറും പാട്ടുകളല്ല, അത് ഭജനയാകുന്നത്, ഭജിക്കുന്നതാവുന്നത്, അത് കീർത്തിക്കുന്നതാവുന്നത്. അങ്ങനെ കീർത്തനങ്ങളായി ഭജനകളായി അത് ഞങ്ങളുടെ കാതുകളിലല്ല നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജനകൾ എത്തുന്നത്, അത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് എത്തുന്നത്. ഞങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അവരെ. അവിടെ ഞങ്ങൾക്ക് ജാതിയോ, അവിടെ ഇരിക്കുന്ന ഈ 1,00,000 പേരോട് നിങ്ങൾ പോയിട്ട് ചോദിക്കണം, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജന കേൾക്കാൻ, കീർത്തനം കേൾക്കാൻ വന്നിരിക്കുന്ന ജനങ്ങളോട് ചോദിക്കണം നിങ്ങളുടെ ജാതി എന്തെന്ന്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ജാതി ഭക്തി ജാതിയാണെന്ന് പറയും. ഞങ്ങൾ ഭക്തരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ഭഗവാന്റെ ദാസന്മാരാണ് എന്നേ അവർ പറയുള്ളൂ. എന്നിട്ട് മുഖമടച്ചടിക്കും അവർ. നിങ്ങളുടെ ഈ കുഴുത്തുരുമ്പ് ജാതി ചിന്തയും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാൽ, നിങ്ങളുടെ ഈ പറയുന്ന ഹിന്ദു വിരുദ്ധതയായിട്ട് ചെന്നാൽ, ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കരുത് എന്ന് പറയുന്ന മനസ്സിൻ്റെ ദുഷിപ്പുമായിട്ട് ചെന്നാൽ അവർ മുഖത്തടിച്ചോട്ടിക്കും. കമ്മ്യൂണികൾക്കൊക്കെ ഇത് മാത്രമേ അറിയുള്ളൂ. അവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തെ തകർക്കുക, അമ്പലത്തിനകത്ത് മതേതരമാക്കി, അമ്പലം മതേതരമാക്കി എല്ലാത്തിനെയും പൂർണ്ണമായിട്ടും നശിപ്പിച്ച് മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ട് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇവരുടെ ആവശ്യം. അതാണ് ഇവരുടെ ലക്ഷ്യവും. അതാണ് ഏറ്റവും മതസ്പർദ്ധ ഉണർത്തുന്ന ഒരു ചിന്താഗതിയാണ് വിളമ്പിയിരിക്കുന്നത്. മതസ്പർദ്ധയാണ് ഇവരുടെ ലക്ഷ്യം. ആൾക്കാരെ തമ്മിൽ, അതായത് ഹിന്ദു മതത്തിലുള്ളവരെ തമ്മിലടിപ്പിക്കുക, അവരെ വിഭജിക്കുക, അവർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുക. മനുഷ്യത്വം എന്ന് പറയുന്ന ആ വാചകം ഇവരുടെ ഹൃദയത്തിൽ തൊട്ടു തീണ്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അവരുടെ ഈ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അവർ എവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റിൽ അവർ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് ഇവരുടെ മനസ്സിൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് കാലത്ത് മണ്ഡലകാലത്ത് സ്ഥിരം ഭജനകൾ ഉണ്ടാകുമായിരുന്നു. നാട്ടുമ്പുറങ്ങളിൽ യേശുദാസിൻ്റെ പാട്ട്, ഇവർ പാടുന്നതും യേശുദാസിൻ്റെ പാട്ട് തന്നെയാണ്, യേശുദാസിൻ്റെ പാട്ടുകൾ തന്നെയാണ്, ഭക്തിഗാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കീർത്തനവും ഭജനയുമായിട്ടാണ് ഞങ്ങളിലേക്ക് അവർ തരുന്നത്. അവരതിനെ പ്രസാദമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രത്യേകത അതാണ് എന്നുള്ളതാണ്. ഇവർക്ക് ഹിന്ദുക്കൾ ഒന്നാവുന്നത് ഇഷ്ടമല്ല, ഹിന്ദുക്കൾ ഏകീകരിക്കുന്നത് ഇഷ്ടമല്ല, ഹിന്ദുക്കൾ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനായി ഒരു സത്സംഗ രൂപത്തിലേക്ക് മാറുന്നത് ഇഷ്ടമല്ല. അവിടെ വന്ന് സിനിമാറ്റിക് ഡാൻസ് മറ്റേ മിമിക്രിയൊക്കെ കണ്ടിട്ട് കൂത്തടിച്ച് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി പോകണം. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഹിന്ദു ഏകീകരണം ഇഷ്ടമല്ല. കമ്മ്യൂണി, നിങ്ങളുടെ മനസ്സിലെ ദുഷിപ്പ് നിങ്ങളുടെ കുടുംബത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കൊണ്ട് തള്ളുക. അത് പൊതുസമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇറക്കാൻ നോക്കണ്ട. അതിന് കൃത്യമായ മറുപടി ഇവിടുത്തെ ജനങ്ങൾ തരും. നന്ദഗോവിന്ദത്തിനെതിരെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവിടുത്തെ വിശ്വാസി സമൂഹങ്ങളും ഭക്തരും തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലൊന്നാണ് ഈ മറുപടി.